അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഐറ്റം കണ്ടോ, പരിപ്പുവട. നല്ല നാടൻ ചായക്കടയിലൊക്കെ കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പുവട. സിമ്പിളാട്ടോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച സമയങ്ങളൊന്നുമില്ല, നേരെ വീഡിയോയിലോട്ട് കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ റെസിപ്പി ചെയ്യുന്നത് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. ബാ. അപ്പോൾ ഗൈസ്, നമ്മൾ പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചനതാളാട്ടോ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കടലപ്പരിപ്പ്, വലിയ പരിപ്പ്. അത് നമ്മൾ വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി ഒരു രണ്ട് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി ഇട്ടിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വേണ്ട, ഈ ഒരു പരുവത്തിൽ, ഒത്തിരി അങ്ങോട്ട് പേസ്റ്റായി പോലെ വേണ്ട, ഈ ഒരു പരുവത്തിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ആവാനേ പാടുള്ളൂ. പരിപ്പ് അതേപോണൊക്കെ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് ക്രഷ് ആകുകയും വേണം, പരിപ്പായിട്ട് അതിൻ്റെ അകത്ത് കിടക്കുകയും വേണം, ഈ ഒരു പരുവത്തിൽ കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് വേണ്ട വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇത്ര സാധനങ്ങൾ കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി ആഡ് ചെയ്യാം കേട്ടോ. ഇഞ്ചി മെയിനായിട്ടുള്ളൊരു സാധനമാണ് പരിപ്പുവടയിൽ. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്തത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ആ ഇഞ്ചിയുടെ ഫ്ലേവർ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ മെയിനായിട്ടും നമുക്ക് ഇഞ്ചി ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളത് തന്നെ കേട്ടോ പരിപ്പുവടയിൽ. അപ്പോൾ അത് ദാളിനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി, മെയിനായിട്ടുള്ള പരിപ്പുവടയുടെ ഫ്ലേവർ ആട്ടോ. പരിപ്പുവട, ഉള്ളിവട, അങ്ങനെയുള്ള സ്നാക്സിനെല്ലാം നമുക്ക് ആഡ് ചെയ്യേണ്ട കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കേട്ടോ. നമ്മൾ പച്ചമുളകും ഉള്ളിയും കറിവേപ്പില ഓൾറെഡി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഒത്തിരി കളറങ്ങ് മാറുന്ന രീതിയിലുള്ള മുളക് പൊടി ആഡ് ചെയ്യില്ലേ. അപ്പോൾ ഇത്ര സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണേ. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഞാനൊരു ചെറിയ പാത്രമായിട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഒത്തിരി ബൾക്കായിട്ടൊന്നും ഉണ്ടാക്കാണ്ടാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ പാത്രത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി എണ്ണയുടെ ആവശ്യം വരുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് മുങ്ങിക്കിടന്ന് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും പരിപ്പുവട. നമുക്ക് ചെറിയൊരു പാത്രം മതി, 1-2 എണ്ണം വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത് ഈ പരുവത്തിന് ആദ്യം ഒന്ന് ഉരുട്ടിയെടുത്തൊന്ന് പരത്തി, കയ്യിൽ തന്നെ വെച്ച് ഒന്ന് പരത്തി നന്നായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. ഒത്തിരി ഉള്ളുണ്ടെങ്കിൽ നമുക്ക് വെന്ത് കിട്ടില്ല. മാക്സിമം പരത്തിയെടുക്കുകയാണെങ്കിൽ സെൻറ്ററൊക്കെ നന്നായിട്ടൊന്ന് പരന്ന് കിട്ടിക്കഴിഞ്ഞ് പരത്തി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. വേണ്ട, ഞാനൊരു 3 എണ്ണം ഇടുന്നുണ്ട് ഇപ്പോഴേ. ഒരു 3-4 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എനിക്ക്, ചെറിയ പാത്രം ആയതുകൊണ്ട്. നമുക്ക് പക്ഷേ അധികം ഓയിൽ ആവശ്യം വരുന്നില്ല ഈ ഒരു ചെറിയൊരു പാത്രത്തിലാണെങ്കിൽ. നല്ല കുഴിയുള്ള ചെറിയ പാത്രമാണെങ്കിൽ. വലിയ ചട്ടിയിലൊക്കെ നമുക്ക് ഒത്തിരി എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യണമെന്നുണ്ട്, ഒത്തിരി എണ്ണയുടെ ആവശ്യമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. വീട്ടിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ എണ്ണ പോലും ഒഴിച്ചിട്ടില്ല ആ ഒരു ചെറിയ പാത്രത്തിൽ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് എണ്ണയ്ക്കകത്ത് മുങ്ങി കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പരിപ്പുവട ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമായിട്ട് ഈ പരിപ്പുവട. കട്ടൻ ചായക്കൊക്കെ നല്ല സൂപ്പറായിട്ട്, കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ, ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ സൂപ്പറാണേ. ആകെ നമുക്ക് താമസം വരുന്നതെന്താണെന്ന് വെച്ചാൽ പരിപ്പ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ തന്നെ വേണ്ട കേട്ടോ, 1-1.5 മണിക്കൂറൊക്കെ ഇട്ടാൽ മതി. ഇന്നത്തേന് റെഡിയാവും. ആ ഒരു സമയം മാത്രമേ നമുക്കൊരു ടൈമായിട്ട് വരുന്നുള്ളൂ. ബാക്കി സോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ എണ്ണ വെക്കുക, ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവോളയെല്ലാം കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഉരുട്ടി സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ, സ്നാക്സാണേ. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ പരിപ്പുവടയുടെ വീഡിയോ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള, കുക്കിംഗ് ഒന്നും ഒത്തിരി അറിയത്തില്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഒരു സ്നാക്സാണേ. വൈകുന്നേരം ചായക്കൊക്കെ, കട്ടൻ ചായക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ.
സൈനിങ് ഓഫ്. താങ്ക് യു.